അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 7ാം ക്ലാസ്സിലെ താരിഖിലെ 3ാമത്തെ പാഠമാണ് ഇന്നത്തെ വീഡിയോയിൽ വിശകലനം ചെയ്യുന്നത്. അദ്ദർസു സാലിസ് അൽ ഇമാം മാലിക് ബിൻ അനസ് റഹിമഹുള്ള. മാലിക്കി മദ്ഹബിന്റെ ഇമാമാകുന്ന ഇമാം മാലിക് ബിൻ അനസ് അള്ളാഹുവിനെ കുറിച്ചാണ് ഈ പാഠത്തിൽ സൂചിപ്പിക്കുന്നത്. ഇമാം ഷാഫി റഹിമഹുള്ളയുടെ ഉസ്താദും പ്രഗത്ഭനായ പണ്ഡിതനുമായിരുന്നു ഇമാം മാലിക് ബിൻ അനസ് റഹിമഹുള്ള. അദ്ദേഹത്തിന്റെ കർമ്മശാസ്ത്ര സരണിയാണ് മാലിക്കി മദ്ഹബ് എന്ന് അറിയപ്പെടുന്നത്. തബൗ താബികളിൽ പ്രമുഖനായിരുന്നു അദ്ദേഹം. ഹിജ്റ 95 വർഷം മദീനയിൽ ജനിച്ച ഇമാം മാലിക് റഹിമഹുള്ള ഹിജ്റ 179 വർഷം മദീനയിൽ തന്നെയാണ് വഫാത്തായത്. അസ്ബഹി കുടുംബത്തിലെ അനസ് എന്നിവരായിരുന്നു പിതാവ്. മാതാവ് അസദ് ഗോത്രത്തിലെ ആലിയ. ചെറുപ്പകാലം മുതൽ തന്നെ ഇമാം മാലിക് റഹിമഹുള്ള ഹദീസ് പഠനത്തിൽ ആകൃഷ്ടരായിരുന്നു. അപ്പോൾ മാലിക്കി മദ്ഹബിന്റെ ഇമാമാകുന്ന ഇമാം മാലിക് റളിയല്ലാഹുവിനെ കുറിച്ചാണ് ഈ പാഠത്തിൽ വിശകലനം ചെയ്യുന്നത്. അദ്ദേഹം ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ ഉസ്താദും പ്രഗത്ഭനായ പണ്ഡിതനുമായിരുന്നു. അദ്ദേഹത്തിന്റെ കർമ്മശാസ്ത്ര സരണിയാണെന്ത് മാലിക്കി മദ്ഹബ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. തബൗ താബികൾ അഥവാ ഈ സ്വഹാബത്തിനെ പിന്തുടരുന്ന ആളുകളാണ് താബീങ്ങൾ. ആ താബികളെ പിന്തുടരുന്ന ആളുകൾ തബൗ താബികളാണ്. ആ തബൗ താബികളിൽപ്പെട്ട പ്രമുഖനായിരുന്നു അദ്ദേഹം. ഹിജ്റ 95 വർഷം മദീനയിൽ ജനിച്ച ഇമാം മാലിക് റഹിമഹുള്ള ഹിജ്റ 179 മദീനയിൽ തന്നെയാണ് വഫാത്തായത്. അസ്ബഹി കുടുംബത്തിലെ അനസ് എന്നിവരായിരുന്നു മഹാനവറുകളുടെ പിതാവ്. മാതാവ് അസദ് ഗോത്രത്തിലെ ആലിയ എന്നിവരുമായിരുന്നു. ചെറുപ്പകാലം മുതൽ തന്നെ ഇമാം മാലിക് റഹിമഹുള്ള ഹദീസ് പഠനത്തിൽ ആകർഷനായിരുന്നു. ചെറുപ്പം തൊട്ടേ ഹദീസുകൾ നല്ല ഇഷ്ടമായിരുന്നു. ഹദീസ് പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് കുളിക്കുകയും നല്ല വസ്ത്രം ധരിക്കുകയും സുഗന്ധം പൂശുകയും ചെയ്തിരുന്നു. ഇതിനെക്കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ ഇമാം മാലിക് റഹിമഹുള്ള പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: ഇന്നഹു ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസാണ്. അപ്പൊ ചെറുപ്പം തൊട്ട് തന്നെ ഹദീസുകളൊക്കെ വളരെ ഇഷ്ടമുള്ള ആളായിരുന്നു ആര്? മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു. അപ്പോൾ ഹദീസൊക്കെ അദ്ദേഹം പാരായണം തുടങ്ങുന്നതിന് മുമ്പ് നന്നായിട്ട് കുളിക്കുകയും നല്ല വസ്ത്രം ധരിക്കുകയും സുഗന്ധം പൂശുകയും ചെയ്തിരുന്നു. ഇത് കണ്ട് ആളുകൾ ചോദിക്കും, എന്തിനപ്പൊ ഇത്ര ഒക്കെ ചെയ്യുന്നു ചോദിക്കുമ്പോൾ അദ്ദേഹം പറയാണ്, ഇന്നഹു ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസാണ്. അത്രമാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിനെ അദ്ദേഹം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്നു. ഇമാം മാലിക് റഹിമഹുല്ലാഹുവിനെ ആശ്രയിക്കാതെ ഹദീസ് പഠനം സാധ്യമാവുകയില്ലെന്ന് ഇമാം ഷാഫി റഹിമഹുല്ല പറഞ്ഞിട്ടുണ്ട്. ദാറുൽ ഹിജ്റ അഥവാ മദീനയിലെ ഇമാം എന്ന പേരിൽ പ്രസിദ്ധനായിരുന്നു. ഉസ്താദുൽ അഇമ്മ, ഷെയ്ഖുൽ ഉലമ എന്നും അദ്ദേഹം വിളിക്കപ്പെട്ടു. നീണ്ട 60 വർഷക്കാലം മദീനയിലെ മസ്ജിദ് നബവിയിൽ മുദരിസും മുഫ്തിയുമായിരുന്നു. നമ്മുടെ ഇമാമാകുന്ന ഇമാം ഷാഫി റഹിമഹുല്ല ഇമാം മാലിക് റളിയല്ലാഹുവിനെ കുറിച്ച് എന്താ പറഞ്ഞത്? ഇമാം മാലിക് റളിയല്ലാഹുവിനെ ആശ്രയിക്കാതെ ഹദീസ് പഠനം സാധ്യമാവുകയില്ല എന്ന് ഇമാം ഷാഫി എന്നവർ പറഞ്ഞിട്ടുണ്ട് റളിയല്ലാഹു അൻഹു. അതേപോലെ ദാറുൽ ഹിജ്റ, മദീനയിലെ ദാറുൽ ഹിജ്റയിലെ ഇമാം എന്ന പേര് അദ്ദേഹം പ്രസിദ്ധനായിരുന്നു, അറിയപ്പെട്ടിരുന്നു. അതുപോലെ ഉസ്താദുൽ അഇമ്മ, ഇമാമുമാരുടെ ഉസ്താദ്, അതുപോലെ ഷെയ്ഖുൽ ഉലമ, ഉലമാക്കളുടെ ഷെയ്ഖ് എന്നും അദ്ദേഹം വിളിക്കപ്പെട്ടു. നീണ്ട 60 വർഷക്കാലം, 60 വർഷത്തോളം മദീനയിലെ മസ്ജിദുൻ നബവിയിലെ സുൽത്താന്റെ പള്ളിയിലെ മുദരിസായിരുന്നു, അതുപോലെ മുഫ്തിയായിരുന്നു. ഫത്വ കൊടുക്കുന്ന പണ്ഡിതനും അതുപോലെ മുദരിസുമായിരുന്നു. അങ്ങനത്തെ ഒരു ഭാഗ്യം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പണ്ഡിതന്മാരെ അന്വേഷിച്ച് ജനങ്ങൾ യാത്ര ചെയ്യേണ്ടി വരുന്ന ഒരു കാലം വരും. അന്ന് മദീനയിലെ പണ്ഡിതനേക്കാൾ അറിവുള്ള ഒരാളെയും അവർ എത്തിക്കില്ല. ഈ ഹദീസിൽ പറയപ്പെട്ട മദീനയിലെ പണ്ഡിതൻ ഇമാം മാലിക് അല്ലാതെ മറ്റാരുമല്ല റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നു, പണ്ഡിതന്മാരെ അന്വേഷിച്ച് ജനങ്ങൾ യാത്ര ചെയ്യേണ്ട ഒരു കാലം വരും. അന്ന് മദീനയിലെ പണ്ഡിതനേക്കാൾ അറിവുള്ള ഒരാളെയും അന്ന് കാണാൻ പറ്റൂല. അത് ഇമാം മാലിക് റളിയല്ലാഹുവിനെ കുറിച്ചാണ് പറഞ്ഞത്. ലക്ഷക്കണക്കിന് ഹദീസ് അറിയാവുന്ന അദ്ദേഹം 1,00,000 ഹദീസുകൾ സ്വന്തം കൈപ്പടയിൽ രേഖപ്പെടുത്തി വെച്ചിരുന്നു. തന്റെ ഗുരുനാഥന്മാരായ ഇമാം സുഹരി റഹിമഹുല്ല, യഹ്യ ഇബ്നു സഈദ് അൻസാരി റഹിമഹുല്ല തുടങ്ങിയ ഉന്നത പണ്ഡിതരിൽ നിന്നും മറ്റുമായി അദ്ദേഹം സമാഹരിച്ചതായിരുന്നു ഈ ഹദീസുകൾ. അപ്പോൾ ലക്ഷക്കണക്കിന് ഹദീസ് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതിൽ 1,00,000 ഹദീസുകൾ അദ്ദേഹം സ്വന്തം കൈപ്പടയിൽ രേഖപ്പെടുത്തി വെച്ചിരുന്നു. തന്റെ ഗുരുനാഥന്മാരായ ഇമാം സുഹരി റഹിമഹുല്ല, യഹ്യ ഇബ്നു സഈദ് അൻസാരി റഹിമഹുല്ല
തുടങ്ങിയ ഉന്നത പണ്ഡിതരിൽ നിന്ന് അദ്ദേഹം സമാഹരിച്ചതായിരുന്നു ഈ ഹദീസുകൾ. സ്വന്തം കൈപ്പടയിൽ എന്ന് പറഞ്ഞാൽ സ്വന്തം കൈയെഴുത്തായിട്ട് രേഖപ്പെടുത്തി വെച്ചിരുന്നു. അവരുടെ മുഖത്തെയാണ് ആദ്യത്തെ ഹദീസ് ഗ്രന്ഥം. ഇമാം മാലിക് റളിയല്ലാഹുവിന്റെ ഹദീസ് ഗ്രന്ഥമാണ് മുവത്ത. വിജ്ഞാനത്തിന്റെ അമൂല്യ നിധിയായി ലോകം ഈ ഗ്രന്ഥത്തെ കണക്കാക്കുന്നു. അപ്പൊ അറിവിന്റെ അമൂല്യ നിധിയായിട്ടാണ് ഇമാം മാലിക് റളിയല്ലാഹുവിന്റെ മുവത്ത എന്ന കിതാബിനെ, ഈ ഹദീസ് ഗ്രന്ഥത്തെ ലോകം കാണുന്നത്. ഒരിക്കൽ ഖലീഫ അബൂ ജാഫർ മസ്ജിദ് നബവിയിൽ വെച്ച് ഇമാം മാലിക് റഹിമഹുല്ലാഹുമായി സംസാരിക്കുകയായിരുന്നു. ഒരിക്കൽ അന്നത്തെ ഖലീഫയാകുന്ന അബൂ ജാഫർ എന്നവര് മസ്ജിദ് നബവിയിൽ വെച്ച് മാലിക് റളിയല്ലാഹുവിനോട് സംസാരിക്കുകയായിരുന്നു. ആദ്യത്തിൽ പതുക്കെയായിരുന്നു സംസാരം, പിന്നീട് ശബ്ദം ഉയർന്നു. അപ്പോൾ ഇമാം മാലിക് റഹിമഹുല്ലാഹ് ഖലീഫയോട് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, ഒരു കാര്യം, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയാണ്. ജീവിതകാലത്ത് എന്ന പോലെ വഫാത്തിന് ശേഷം അവിടുത്തെ ആദരിക്കണം. ഇവിടെ വെച്ച് ശബ്ദമുയർത്തി സംസാരിക്കരുത്. അതാണ് അള്ളാഹു പഠിപ്പിച്ച മര്യാദ എന്ന് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അന്നത്തെ ഖലീഫയാകുന്ന അബൂ ജാഫർ എന്നിവരോട് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ ശബ്ദം താഴ്ത്തി സംസാരിക്കുന്നവരെ അള്ളാഹു പ്രശംസിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് എങ്ങനെയാണോ കാണുന്നത് അതേപോലെ വഫാത്തിന് ശേഷം കാണണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ റസൂൽ ഇരിക്കുന്ന സ്ഥലത്ത്, റസൂൽ ജീവിച്ചിരിക്കുന്ന ആ ഒരു സമയത്ത് ശബ്ദം താഴ്ത്തി സംസാരിക്കുന്നവരെ അള്ളാഹു തആല ഇതുണ്ട്, പ്രശംസിച്ചിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അവരെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇമാമുകളുടെ ഈ ഉപദേശം ഖലീഫ കൃത്യമായി പാലിച്ചു. മാലിക് റഹിമഹുല്ലാഹയോട് ഖലീഫ ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സിയാറത്ത് ചെയ്യുമ്പോൾ നബി തങ്ങളുടെ നേരെയാണോ അതോ ഖിബ്ലയുടെ ഭാഗത്തേക്കാണോ മുഖം തിരിക്കേണ്ടത്? ഈ ഖലീഫ മാലിക് റളിയല്ലാഹുവിനോട് ചോദിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിയാറത്ത് ചെയ്യൂലേ, ആ സമയത്ത് നബി തങ്ങളുടെ നേരെയാണോ അതോ ഖിബ്ലയുടെ ഭാഗത്തേക്കാണോ നമ്മുടെ മുഖം തിരിക്കേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ മാലിക് റളിയല്ലാഹു പറഞ്ഞ മറുപടി എന്താ അറിയോ? അതിന് പ്രകാരം തിരിച്ചു ചോദിച്ചു, നിങ്ങൾക്കും നിങ്ങളുടെ പിതാവ് ആദം നബി അലൈഹി ഇസ്ലാമിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസീലയായിരിക്കെ, നിങ്ങൾക്കും നിങ്ങളുടെ പിതാവ് ആദം നബി അലൈഹി ഇസ്ലാമിനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇടയാളനായിരിക്കെ, ഇടയിലുള്ള ഒരു വസീലയായിരിക്കെ നിങ്ങൾ എന്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് മുഖം തിരിക്കണം? അപ്പൊ എന്തായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിലേക്കാണ് മുഖം തിരിക്കേണ്ടതാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർക്ക് വലിയ ആദരവും ഇഷ്ടവും ഉണ്ടായിരുന്നു. അത് കാരണം മദീനയിൽ അദ്ദേഹം വാഹനത്തിൽ കയറുമായിരുന്നില്ല. റസൂലുള്ളാഹിയോടുള്ള അങ്ങേയറ്റത്തെ ഇഷ്ടം കാരണം, ആദരവ് കാരണം, ബഹുമാനം കാരണം മദീനയിൽ കൂടെ വാഹനത്തിലും കയറുമ്പോൾ അതൊരു അനാദരവായിട്ട് അദ്ദേഹത്തിന് തോന്നി. അങ്ങനെ വാഹനത്തിൽ കയറാറുണ്ടായിരുന്നില്ല. മാലിക്കി മദ്ഹബ് ഇന്ന് ആഫ്രിക്ക, മധ്യപൂർവ്വ ദേശങ്ങൾ തുടങ്ങിയ ഭാഗങ്ങളിൽ വ്യാപകമായി പിന്തുടരപ്പെടുന്നു. ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, ആഫ്രിക്കയിൽ അതുപോലെ മധ്യപൂർവ്വ ദേശങ്ങളിലൊക്കെ ഈ മാലിക്കി മദ്ഹബ് ഉണ്ട്. ഇമാം മാലിക് റഹിമഹുല്ലാഹയുടെ ജീവിതം ഹദീസിനോടും അറിവിനോടുമുള്ള ആദരവും ബഹുമാനവും നിറഞ്ഞതായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതം ഓരോ വിദ്യാർത്ഥിക്കും പണ്ഡിതനും മാതൃകയാണ്. അപ്പോൾ ഇമാം മാലിക് റളിയല്ലാഹുവിന്റെ ജീവിതം ഹദീസിനോടും അറിവിനോടും ഭയങ്കര ആദരവായിരുന്നു, നല്ല ബഹുമാനായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതം അറിവ് പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥിക്കും അതുപോലെ അറിവ് പഠിച്ച പണ്ഡിതന്മാർക്കും വളരെ ഏറെ മാതൃകയുമായിരുന്നു എന്നാണ് ഈ പാഠത്തിൽ പറയുന്നത്. ഓക്കെ, ഇനി തദ്രീബാത്തിലേക്ക് പോകാം. അതിലൊന്ന് ഉത്തരം എഴുതാം എന്നതാണ്. ഇമാം മാലിക് റഹിമഹുല്ലാഹയുടെ കർമ്മശാസ്ത്ര സരണി ഏത് പേരിൽ അറിയപ്പെടുന്നു? ഇതാണ് മാലിക്കി മദ്ഹബ്. 2, ഹദീസ് പറയുന്നതിന് മുമ്പ് ഇമാം മാലിക് റഹിമഹുല്ലാഹ് പ്രത്യേകമായി ഒരുങ്ങിയിരുന്നത് എങ്ങനെയായിരുന്നു? ഹദീസ് പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് കുളിക്കുകയും നല്ല വസ്ത്രം ധരിക്കുകയും സുഗന്ധം പൂശുകയും ചെയ്തിരുന്നു. ചോദ്യം 3, ഇമാം മാലിക് റഹിമഹുല്ലാഹയുടെ മാതാവിന്റെ പേരെന്താണ്? മാതാവ് അസദ് ഗോത്രത്തിലെ ആലിയ എന്നാണ് പേര്. 4, ഇമാം മാലിക് റഹിമഹുല്ലാഹയുടെ പ്രസിദ്ധമായ ഹദീസ് ഗ്രന്ഥം ഏതാണ്? മുവത്ത ആണ്. 5, ഷെയ്ഖുൽ ഉലമ എന്നറിയപ്പെട്ടു ആര്? ഇമാം മാലിക് റഹിമഹുല്ലാഹ്. രണ്ടാമത്തെ പ്രവർത്തനം പൂരിപ്പിക്കാനാണ്. ഇമാം ഷാഫി റഹിമഹുല്ലാഹയുടെ ഉസ്താദായിരുന്നു ഇമാം മാലിക് ബിൻ അനസ് റഹിമഹുല്ലാഹ്. 2, ഡേഷ് ജനിക്കുകയും അവിടെ തന്നെ വഫാത്താകുകയും ചെയ്ത ഇമാമാണ് ഇമാം മാലിക് റഹിമഹുല്ലാഹ്. മദീനയിൽ ജനിക്കുകയും മദീനയിൽ തന്നെ അവിടെ തന്നെ വഫാത്താകുകയും ചെയ്ത ഇമാമാണ് ഇമാം മാലിക് റഹിമഹുല്ലാഹ്. 3, ഇമാം മാലിക് റഹിമഹുല്ലാഹ് ഡാഷിലെ ഇമാം എന്ന പേരിൽ പ്രസിദ്ധനായിരുന്നു. ദാറുൽ ഹിജ്റയിലെ ഇമാം എന്ന പേരിൽ പ്രസിദ്ധനായിരുന്നു. 4,
ഇമാം മാലിക് റഹിമുള്ള ഡാഷ് ഹദീസുകൾ സ്വന്തം കൈപ്പടയിൽ രേഖപ്പെടുത്തിയിരുന്നു. 1,00,000 ഹദീസുകൾ സ്വന്തം കൈപ്പടയിൽ രേഖപ്പെടുത്തിയിരുന്നു. ഓക്കെ, എല്ലാവരും വളരെ നല്ല രീതിയിൽ പഠിക്കുക. അല്ലാഹു തആല നല്ല ഹിഫ്ള് നൽകുമാറാവട്ടെ. പരീക്ഷയിലൊക്കെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.